സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യാ വിഹിന്ദ്രാതിമൃഗ്യ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മ ആറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവം മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ദൈവകൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തിയും ഈ ലോക ജീവിത സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. രുക്മിണി മോഹൻ, നിർമ്മല രമേഷ്, നിർമ്മല പവിത്രൻ, ശ്രീല, ഗീത നായർ, ജയാനിൽ, ജഗതമ്മ, രാധ, പ്രസന്ന, ബിജി ബിജു, ജയശ്രീ ബാബു, സലിനമ്മ, കൃഷ്ണാരതി, എല്ലാവർക്കും എനിക്ക് ഇത്രയും മക്കളുടെ പേര് കിട്ടി. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ മക്കൾ വരുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നോക്കി എല്ലാവരുടെയും പറയാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഭഗവാന്റെ മക്കളാണ്, അതുകൊണ്ട് ഈ തന്ന പേരുകളെല്ലാം ഞാൻ ഈശ്വരനിൽ അർപ്പിക്കുന്നു. കാരണം നമ്മൾ ഭഗവാന്റെ ദാസിയാണ്. എല്ലാവരും ഭക്തന്മാരാണ്. നമ്മൾക്കൊണ്ട് ഇത് കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. അതുകൊണ്ട് മക്കളെ തന്നേക്കുന്ന ഈശ്വരനാണ്. ആ മക്കളുടെ പേര് എനിക്ക് വരുമ്പോൾ ഞാൻ ഭഗവാനിൽ അർപ്പിക്കണം. നിങ്ങളുടെ സ്നേഹവും ഭക്തിയും കൊണ്ടല്ലയോ, ഭഗവാനുള്ള സ്നേഹവും ഭക്തി കൊണ്ടല്ലേ ഇത് വായിക്കെടുക്കുക ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ഇത് ഇടിയിക്കുന്നതും ആ ഭഗവാന്റെ വേല ചെയ്യാൻ എന്നെ അതിനെ ആക്കിയത് അല്പമാവട്ടെ, അത് ചെയ്തതും ഭഗവാനല്ലേ. അപ്പം നമ്മൾ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക, ഒരാഗ്രഹവും കൂടാതെ ഒന്നിലും എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈശ്വരനെ അർപ്പിക്കുക. അതാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനിൽ അർപ്പിക്കുന്നു. നമ്മളായിട്ട് ഒരു കർമ്മവും ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാനോട് ഞാൻ പറയുന്നു. അതെല്ലാം ഭക്തിപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്ത് കാര്യമായാലും സാക്ഷാത്കാരം വേണമെങ്കിൽ അതനുസരിച്ച് നമ്മളിന്ന് വായിക്കുന്നു. അതാണ് എങ്ങനെയാണ് ഒരു ഭക്തനെ ഭഗവാൻ പ്രത്യക്ഷമാകുന്നത്. എനിക്ക് കിട്ടിയ അതേ അനുഭവമാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. അതെനിക്ക് ഇത്രയും നാളെയും ഭാഗവതം വായിച്ചത് ഈ ഒരു അവസ്ഥ ഇതിലുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ഇന്നത് വ്യക്തേന എനിക്ക് ഭഗവാൻ മനസ്സിലാക്കി തരുന്നു. കാരണം മുമ്പൊന്നും വായിക്കുമ്പോൾ എനിക്കതിനെ പിടി കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ ഈ ഗോപസ്ത്രീകളുടെ ദുഃഖവും വിഷമവും മനസ്സിൻ്റെ വേദനയും മരിച്ചു പോകും കൃഷ്ണ, അതിന് ഭഗവാൻ വന്നേ പറ്റൂ. അവരുടെ അഹങ്കാരമൊക്കെ പോയപ്പോൾ അവർക്ക് ഭഗവാനിൽ മനസ്സർപ്പിച്ച് അത്രത്തോളം വേദനപ്പെട്ട് പറഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമാണ്. അപ്പോൾ അത് ഏതൊരു ഗോപസ്ത്രീകളെ കണക്ക് നമ്മളാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ അഴുക്കളെല്ലാം അതിനു മുമ്പായിട്ട് കഴുകി കളയണം. അഹങ്കാരങ്ങൾ അല്പം മതം വർദ്ധിച്ചപ്പോഴാണ് ഭഗവാൻ വീണ്ടും മറഞ്ഞത്. ഗോപസ്ത്രീകളിൽ എന്താ ഭഗവാൻ സന്തോഷമായിട്ട് ആലിംഗനവും ചുംബനമൊക്കെ ചെയ്തപ്പോൾ ഇവർ ധരിച്ചെന്താ മണവാളനായിട്ടങ്ങ് എടുക്കാമെന്ന് ഭഗവാന്. ഈ ലോക ജീവിതത്തിലുള്ള അങ്ങനെയുള്ള ഭഗവാനാണോ? ആരോടും ഭഗവാൻ ആ സംഘമുണ്ടോ? പരമാത്മാവല്ലേ. അപ്പോൾ ആത്മീയമായ നാഥനാണ് നമ്മുടെ ഉള്ളിൽ. ഈ എന്താ പറയുക, ലോകജീവിതവും ആത്മജീവിതവും ഉണ്ട്. അതിൽ ആത്മജീവിതത്തിലെ പരമാത്മാവ് അതിലെ നാഥനാണ്. അതാണ് നമ്മുടെ മണവാളൻ. ഉള്ളിൽ പരമാത്മാവാകുന്ന നമ്മുടെ നാഥൻ, പതി, ആത്മീയമായ നാഥൻ. അതാണ് നമ്മൾ സത്യം പതി നിൻ്റെ ആത്മാവ് നിത്യം രമിക്കുന്ന ആത്മാവിൽ ഇത്തരം ചെയ്തത് പാതിവൃത്തി വന്ന്. അതാണ് നമുക്ക് രണ്ട് വിധമുണ്ട്, രാത്രിയും പകലും പോലെ. ലോക ജീവിതത്തിൽ ഭഗവാൻ ഈ ലോകത്ത് അവിടുത്തെ അംശമായ പുരുഷന്മാരെ ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടുത്തെ അംശമായ ഭഗവതിയായ എല്ലാ സ്ത്രീകളെല്ലാം ഭഗവതിയാണ്. എല്ലാ പുരുഷന്മാരും അവിടുത്തെ പരമാത്മാവാണ്. അപ്പം അതിന് ഭൂമിയിൽ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അതിനകത്ത്
നല്ല രീതിയിൽ ജീവിക്കാൻ പുരുഷനും വിചാരിക്കണം, സ്ത്രീയും വിചാരിക്കണം. ഇന്നുള്ള പുരുഷന്മാർ ഒരുപാട് പേര് അങ്ങനെ അല്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ലോക ജീവിതത്തിൽ പിന്നെ മുതലിന് വേണ്ടി സ്നേഹിക്കുന്നതും മദ്യം കഴിച്ചു ഇങ്ങനെയൊക്കെയുള്ള പുരുഷന്മാരായിപ്പോയി. 90% അങ്ങനെയാണ്. 10 വരെ ഉള്ളു. 100-ൽ 10% ഉള്ളൂ അല്ലാത്തവർ. ബാക്കി 90% അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അവരിൽ പരമാത്മാവ് വസിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവതിയായിരിക്കുന്ന ആ അമ്മ ദേവിയുടെ ശക്തിയാണ് നമ്മൾ സ്ത്രീകൾ. ഈ സ്ത്രീകളെ അതുകൊണ്ട് ഈ പുരുഷന്മാർ ബഹുമാനിക്കത്തുമില്ല, അവർ സ്നേഹിക്കത്തുമില്ല, ദേവിയാണെന്നിട്ട് കാണത്തുമില്ല. ദേവിയുടെ പാദപൂജ കാണിക്കുന്ന ചില അമ്പലങ്ങളിൽ പാദപൂജ ചെയ്യുന്നത് ദേവിയായിട്ട് കാണുന്ന പുരുഷന്മാരുടെ വീടാണ് ഐശ്വര്യം വർദ്ധിച്ചു പോകുന്നത്. അവിടെ രണ്ടുമുണ്ട്, ഭഗവാനും ഭഗവതിയും ഉണ്ട് ഒരു വീട്ടിൽ. അങ്ങനെ ഒരു സ്ത്രീയെ ബഹുമാനിക്കണം, ദേവിയായിട്ട് കാണണം. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് അമ്മ. പൂച്ചയിലുണ്ട്, എല്ലാ മൃഗങ്ങളിലും പക്ഷികളെല്ലാം ആ ദേവി രൂപമുണ്ട്. അതുപോലെ എല്ലാ പുരുഷനിലും ഉണ്ട്. ഒരു ദേവി പരമശിവനെ എങ്ങനെ പാർവതി സ്നേഹിക്കുന്നു അതുപോലെയാണ് പരമശിവൻ ദേവി. അതുപോലെ വന്നെങ്കിൽ മാത്രമേ ഒരു ജീവിതം ഐശ്വര്യപൂർണ്ണമായി പോവുകയുള്ളൂ. അവിടെയാണ് പരമാത്മാവും ദേവിയും ഒന്നിച്ച് വിളയാടുന്ന ഒരു ഭവനത്തിൽ. ഒരു പുരുഷൻ വെള്ളം അടിച്ച് എന്താ പറയുക, വേണ്ടാത്ത കാര്യങ്ങൾക്ക് നടന്ന ആ വീട് ഐശ്വര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അവിടെ മുടിഞ്ഞു പോകത്തല്ലേ ഉള്ളൂ, അലങ്കോലമാവത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കാമെങ്കിൽ നമുക്കും എല്ലാവർക്കും പ്രാർത്ഥിച്ച ഈശ്വരൻ നമുക്ക് അതിന് നല്ല വഴി തരും. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നാമം ചൊല്ലിയിട്ട് ഇത് തുടങ്ങാം, ഭാഗവതം വായിക്കാം. നമുക്ക് ആദ്യമേ ഒരു സ്തുതിപ്പ് ചൊല്ലാം, കൃഷ്ണനെ കൊണ്ട് തന്നെ ചൊല്ലാം. വൈശാഖ ദിവസമല്ലേ, മാസമല്ലേ. കൃഷ്ണ മുകുന്ദ മുരാരേ, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക, കരുണാസാഗര കമലാനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല. കരുണാസാഗര കമലാനായക, കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക, കരുണാസാഗര കമലാനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. കാളിയമർദ്ദന കംസനിഷൂദന, കാളിയമർദ്ദന കംസനിഷൂദന, കമലാദള നയന ഗോപാല, കമലാദള നയന ഗോപാല. കാളിയമർദ്ദന കംസനിഷൂദന, കാളിയമർദ്ദന കംസനിഷൂദന, കമലാദള നയന ഗോപാല, കമലാദള നയന ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കുടിലകുന്തളം കുവലയദളനീലം, മധുരമുരളീരവലോലം, കോടിമദനധാവണ്യം ഗോപീപുണ്യം ഭജാമി ഗോപാലം. ഗോപീജനമന മോഹന വ്യാപക, ഗോപീജനമന മോഹന വ്യാപക, കുവലയദള നീല ഗോപാല, കുവലയദള നീല ഗോപാല.
ഗോപീജനമന മോഹന വ്യാപക കുവലയദള നീല ഗോപാല കുവലയദള നീല ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. നമ്മളിവിടെ രാസക്രീഡയാണ് വായിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വായിച്ചത് ഈ കുട്ടികളെല്ലാം ഭഗവാനെ കാണാഞ്ഞ് തിരക്കി നടന്നിട്ട് കാണാഞ്ഞ് അവസാനം ചിത്തഭ്രമം വന്ന് ഇവർ നൃത്തം നടിച്ചും പിന്നെ പക്ഷിമൃഗങ്ങളോടെല്ലാം തിരക്കി, വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടൊക്കെ തിരക്കിയിട്ട് കൃഷ്ണ ആകൃതി പൂണ്ട് ഇങ്ങനെ നടന്നു. ഗോഷ്ഠികൾ കാട്ടി ചിത്തതാപേന മനസ്സിന് വിഷമം പിടിച്ചിട്ട് ഗോഷ്ഠികൾ കാട്ടിയും പിന്നെ നടിക്കയും പൂതനാ നിഗ്രഹാദി പ്രഭാവങ്ങളും ചേതസി മാനിച്ചു നൃത്തം നടിച്ചും ഏവൻ തിരഞ്ഞങ്ങ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ദേവസേവിതൻ തൻ പദപങ്കജം ഭൂമിയിൽ. ദേവസേവിച്ചാൽ എന്താണ്? ദേവനെ സേവിക്കുന്ന. അപ്പോൾ ഒരു നിർമ്മലമായ ഒരു ഭക്തയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ, അതാണ് എൻ്റെ സത്യം എന്ന് എനിക്ക് പറയാനും പറ്റും. കാരണം ദേവസേവിതൻ, അപ്പോൾ ദേവനെ സേവിക്കുന്നത് ആരാ? നിർമ്മല ഭക്തിയുള്ളവരാ. ഭഗവാനെ നമ്മളെപ്പോഴും ദാസിയായി സേവിക്കും. ഇത്രയും ഗോപസ്ത്രീകളുള്ളതിൽ അതിൽ നിർമ്മല ഗാത്രിമാരുണ്ട്. പരമാത്മാവിനെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ച് പരമാത്മാവ് ഉള്ളത്തിലെ അതായത് പതിയാണെന്ന് ചിന്തിക്കുന്നവർ. ആത്മീയമായ നാഥനാണ് നമ്മുടെ ഭഗവാൻ. നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവാണ്, സത്യമാണത് പതി എന്ന് ചിന്തിക്കുന്ന നാരിമാരുണ്ട്. അതുകൊണ്ടാണ് അവിടെ ദേവസേവിതൻ തൻ പദപങ്കജം, അവരുടെ പാദം ഭൂമിയിൽ പതിഞ്ഞു. ചെമ്മേ പതിഞ്ഞത് കണ്ട് അന്തികേ നിർമ്മലഗാത്രിമാരിൽ ഒരുത്തി പദം തന്നോട് കൂടി കലർന്നത് കാണുകയാൽ മറ്റുള്ള സ്ത്രീകൾ കണ്ടു ഭഗവാന്റെ അടുക്ക. കാരണം ഈ ചുവട്, ഭഗവാന്റെ ചുവടും ഒരു സ്ത്രീയുടെ ചുവടും ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും എവിടെയെങ്കിലും നിന്നൊരു ഇളകിയ മണ്ണുള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ആലിംഗനം ചെയ്തും, ഇവിടെ നിർമ്മല ഗാത്രിയുടെ കാര്യമാണ് പറയുന്നത്. സാധാരണ ഈ ലോകചിന്തയിലുള്ള പുരുഷനും പുരുഷിയല്ല, കാമനും കാമിയല്ല. ഭഗവാൻ എന്താണ്? ഉള്ളത്തിലെ പരമാത്മാവാണ്. അത് നമ്മുടെ നാഥനാ, അല്ല പുറമേയുള്ള കാമുകനല്ല. ഭഗവാന്റെ ഉള്ള ആരുടെ സംഘമില്ല. ഭഗവാനെ നമ്മൾ എങ്ങനെ ആർത്തി കൊണ്ടിരുന്ന ഭഗവാൻ അത് സംഘമില്ലാതെ നമ്മളെ ആലിംഗനം ചെയ്യുന്നു, ചുംബിച്ചു. പക്ഷേ സ്ത്രീകൾ ചിന്തിച്ചെന്താ? കാമുകനായിട്ട് അങ്ങനെ അഹങ്കരിച്ചു പോയി. ഭഗവാൻ അവിടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും, പക്ഷേ ഭഗവാൻ സംഘമില്ല. ഭഗവാന്റെ മനസ്സ് അവരിൽ എങ്ങനെ ഈ രീതിയിലില്ല. ഒരു ഭക്തൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ട് ആ രീതിയിലേ ഭഗവാനുള്ളു. അതുകൊണ്ട് നിർമ്മല ഗാത്രി അതിനകത്തൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളെ നോക്കി ഭഗവാനെ തിരക്കി ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ഭഗവാന്റെ പാദവും ഈ ഒരു സ്ത്രീയുടെ പാദവും അവിടെ പതിഞ്ഞു. ഒരു നിർമ്മല ഗാത്രയുടെ അതിൽ ഒരുത്തി പദം തന്നോടുകൂടി കലർന്നത്. ഭഗവാന്റെ പാദത്തിനോട് ചേർന്ന് ഒരു സ്ത്രീയുടെ പാദം കൂടെ അവർ നോക്കിയപ്പോൾ ഇവിടെ രണ്ടു പേരുടെ, ഒരു സ്ത്രീയുടെ പാദവും ഒരു പുരുഷൻ്റെ പാദവും നിൽക്കുന്നത്. ഭഗവാനും ഒരു സ്ത്രീകളുടെ നിന്നതാണല്ലേ. പിന്നെ അങ്ങോട്ടങ്ങോട്ട് നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ പാദം പിന്നെ അവിടെ പതിഞ്ഞിട്ടില്ല. അപ്പോഴേ ഇവർ ചിന്തിച്ചത് എന്താണ്? അതാണ് നിർമ്മല ഗാത്രിമാരിൽ ഒരുത്തി പദം തന്നോടുകൂടി, അത് ഭഗവാനോടുകൂടി കലർന്നത് കണ്ട്. കാരണം ചവിട്ടി നിൽക്കുമ്പം ഭഗവാന്റെ പാദത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സ്ത്രീയുടെ പാദവും വരുമ്പോൾ ഈ സ്ത്രീകൾ ചിന്തിക്കും കൃഷ്ണൻ്റെ പാദമാണ് ഇവിടെ പതിഞ്ഞേക്കുന്നത്, ഒരു സ്ത്രീയുടെ പാദം ഇതിനിടയ്ക്കിടയ്ക്ക് ഉണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഇവരെന്ത് ചിന്തിച്ചു? അന്നേരം അന്യയോടെ രമിച്ചാനെന്ന് ഭഗവാനെ കാണാഞ്ഞപ്പോൾ ഈ സ്ത്രീകൾ ചിന്തിച്ചു ഏതോ ഒരുത്തിയായിട്ട് ഭഗവാൻ എവിടെയോ
കറങ്ങി പോയിട്ടുണ്ട്. ഇന്നിവിടെ എല്ലാവരും അങ്ങനെയാണല്ലോ. ഒരു രണ്ടും മൂന്നും പെണ്ണുങ്ങൾ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ പുരുഷനെ കണ്ടില്ലെങ്കിൽ അവൻ എന്നെയും കളയിട്ട് അതിനിപ്പോൾ തേച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞൊരു എന്ത് ഭാഷയുണ്ടല്ലേ, അവനോട് ഞാൻ സ്നേഹിച്ചു, അവനെ തേച്ചിട്ട് വേർത്തിവിടെ പോയി എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീകൾ ചിന്തിച്ചു, ഈ ഏതോ ഒരുത്തിയായിട്ട് ഭഗവാൻ കറങ്ങാൻ പോയി. അവർക്ക് ഈ ലോക ചിന്തയാ. പക്ഷെ പരമാത്മാവ് ഭഗവാൻ എന്താ, നിർമ്മല ഗാത്രിയെടുത്ത ഇഷ്ടം. ഗാത്രം നിർമ്മലമാകുന്ന പരിശുദ്ധമാകുന്ന ഹൃദയമുള്ള ഒരു സ്ത്രീയാകുമ്പം ഭഗവാൻ സ്നേഹിക്കാൻ പറ്റും. എങ്ങനെയാ? ആത്മീയമായ പരമ്പൊരുള് അവരെ എങ്ങനെ ഒരു ഭക്ത എന്ന നിലയിൽ, അല്ല ഈ പുറമേയുള്ള കാമുകനും കാമുകയായിട്ടല്ല. അതുപോലെ അവർ അപ്പം ഈ സ്ത്രീയെ കാണഞ്ഞപ്പോൾ അങ്ങനെ ഭഗവാൻ പോയി. അങ്ങനെ എന്തുവെന്ന് പിന്നെ അവൾ അടി ഒന്നുമേ കാണാകെ, അവൾക്കുള്ള പാദം അടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് നോക്കിയപ്പോൾ ഭഗവാൻ്റെത് മാത്രമേ കാണുന്നുള്ളൂ. ഈ സ്ത്രീയുടെ പാദം അവിടെ കാണുന്നില്ല. പിന്നെ അവളെ അടി, കാൽപാദം അടിച്ചത് അടുത്ത ചുവട് കാണാകയാൽ തന്നെ അവരിത് ചിന്തിച്ചു തന്നെ. ഈ സ്ത്രീകൾ അപ്പോൾ ചിന്തിച്ചത് എന്താണ്? മാധവൻ കാമിനി തൻ വശനായ അവൻ ആധീനയാം അവളെ വഹിച്ചു നടന്നിടാനെന്ന് പറഞ്ഞു. ഈ സ്ത്രീയെ വഹിച്ചും കൊണ്ട് പോയി. സ്ത്രീയെ എടുത്ത് പൊക്കിക്കോണ്ടങ്ങ് പോയി, നടന്നല്ല പോയത്. അതുകൊണ്ടാണ് അടുത്ത ചുവട് സ്ത്രീയുടെ കണ്ടില്ല. അവിടെ നിന്ന ഭഗവാന്റെ പാദവും ഇവരുടെ പാദം ഇടകലർന്ന് ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് നിന്ന പാദം, പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ഭഗവാന്റെ പാദം മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. സ്ത്രീയുടെ പാദം കാണാഞ്ഞതുകൊണ്ട് ഈ പിള്ളേർ ഈ മറ്റ് സ്ത്രീകൾ ചിന്തിച്ചു ഭഗവാൻ ഏതോ ഒരുത്തിയായിട്ട് പോയി. പക്ഷേ അവളെ ഭഗവാൻ വഹിച്ചുകൊണ്ടങ്ങ് പോയി. അതുകൊണ്ട് അവരുടെ പാദം തറയെ പതിഞ്ഞിട്ടില്ല. ഇത് ഞാനിങ്ങനെ ഓർത്ത് പറയുന്നതാണ്, ഇത് കിടക്കുന്നതിൻ്റെ അർത്ഥം പറയുന്നതാണ്. അത് ശരിയാവണോ എന്ന് എൻ്റെ മനസ്സിൽ ശരിയാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചാൽ അത് തന്നെയാണ്. ഇവിടെ എന്താ പറയുക, വേദവ്യാസ മഹാമുനിൽ ഉള്ളത് അദ്ദേഹം ചിന്തിച്ചു. ഇത് ശരിയാണെങ്കിൽ അത് ശരി, അതല്ലെങ്കിൽ എൻ്റെ രീതി ഞാൻ ചിന്തിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഞാനും ഒരു കൊച്ചു വേദവ്യാസനാണെന്ന് കരുതുക. നമുക്ക് എന്താണ് ഭക്തി വർദ്ധിക്കാൻ നമ്മുടെ ഇഷ്ടം, അത് നമുക്കിത് സാധിക്കാമെന്ന് ഇതിൽ ഇടയ്ക്കത് പറഞ്ഞിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ തന്നെ എനിക്കത് ശരിയാണ്. അതായത് അമരത്വത്തിന് മരം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താ മരത്തിലും ഉണ്ട് ഞാനെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താണ് നമ്മുടെ ഭഗവാനോട് ഭക്തിപൂർവ്വം നമ്മൾ പറയുന്നത്, അത് ഭഗവാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മളെന്തിനു ഭയക്കണം? നമുക്ക് ഭഗവാനെ പേടിച്ചാൽ പോരെ. നമ്മുടെ ഹൃദയത്തിൽ ഇത് തന്നെയാണ് ശരി, അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ ഇത് ചിലപ്പം ചിലർ തർക്കിക്കാം, അത് അങ്ങനെയല്ല എൻ്റെ അർത്ഥം. പക്ഷേ അത് അവർക്ക് ശരി, ഇത് എനിക്ക് ശരി, അതാണ്. അതുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം ചിന്തിച്ചു ഭഗവാൻ ഒരുത്തിയെ കൊണ്ട് വഹിച്ചു കൊണ്ടുപോയി. വഹിക്കുന്ന വെച്ചാൽ എന്താണ്? എടുത്തുകൊണ്ടങ്ങ് പോയി. അവിടെ പാദം തറ പതിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അവരെല്ലാം അങ്ങനെ ചിന്തിച്ചത് നേരം മാധവൻ കാമിനി തൻ വശനായി അവൻ ആധീനയാം അവളെ വഹിച്ചു നടന്നിടാൻ എന്ന് പറഞ്ഞ് ആദിദുഃഖേന തേടി നടക്കും ഇതോ രാധയെ കണ്ടു. അപ്പോൾ ആദിദുഃഖമായി. കാരണം ഒരു സ്ത്രീയെ കൊണ്ട് പോയപ്പോൾ ഞങ്ങളെ ആരെയും ഭഗവാന് വേണ്ട, ഏതോ ഒരുത്തിയെ കൊണ്ട് പോയി. അപ്പോൾ അത് ഭഗവാൻ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്ന് പറഞ്ഞ് അവർ ഭഗവാനെ തിരക്കി നടക്കുക. തിരക്കി എല്ലായിടവും ചുറ്റിക്കറിഞ്ഞ് ദുഃഖത്തോടുകൂടി പോയപ്പോൾ രാധയെ കണ്ടുകിട്ടി. രാധയെ കണ്ടപ്പോൾ അവളോട് ഇതെല്ലാം പറഞ്ഞു ചൊല്ലിനാൾ. രാധേ, ഇങ്ങനെ ഞങ്ങളെ കളഞ്ഞിട്ട് പോയി, ഏതോ ഒരുത്തിയും കൊണ്ട് പോയി എന്നെല്ലാം പറഞ്ഞ് നീ കണ്ടോ രാധേ, കൃഷ്ണനെ നീ കണ്ടോ രാധേ എന്ന് ചോദിച്ചപ്പോൾ രാധ പറഞ്ഞ സഖികളോട് പറയുന്നു, എന്നെയും മല്ല വിലോചനൻ കൈവടിഞ്ഞിടിനാൻ. എന്നെയും ഈ കൃഷ്ണൻ കൈവടിഞ്ഞു, എൻ്റെ കയ്യിൽ നിന്നും പോയി. എന്താ കാരണം? നിങ്ങൾ എല്ലാവരിലും നല്ലതു ഞാനെന്നതിന് അഹംഭാവം നടിച്ചു. ഈ മറ്റ് ഗോപസ്ത്രീകളെക്കാളും ഞാൻ സുന്ദരിയാണെന്ന് ആ ഒരു ഭാവം എൻ്റെ മനസ്സിൽ വന്നു. നിങ്ങളെല്ലാവരും നല്ലത് ഈ രാധയാണെന്ന് സ്വന്തമായിട്ടങ്ങ് നനച്ചു, അഹംഭാവം നടിച്ചു. അപ്പോൾ മുകുന്ദനോട് എന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞു, എന്നെ എടുക്കൂ, എനിക്ക് നടക്കാൻ വശമല്ല, എനിക്ക് നടക്കാൻ പറ്റില്ല കണ്ണാ, നീ എന്നെ എടുത്തോണ്ട് പോ എന്ന് അഹങ്കാരം കൊണ്ട് പറഞ്ഞപ്പോൾ എന്നത് കേട്ടതിന് ആരംഭമായിട്ട് ഞാനത് ആരംഭിച്ചപ്പോൾ തന്നെ നിന്ന മുകുന്ദനെ കണ്ടില്ല. അപ്പോൾ അഹങ്കാരം കൊണ്ട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ അപ്പോഴേ എൻ്റെ അടുക്കൽ നിന്നും പോയി എന്ന് പറഞ്ഞു. അങ്ങനെ മുകുന്ദനെ കണ്ടില്ല. ഞാൻ അങ്ങുമിങ്ങും തിരഞ്ഞു കണ്ടേൻ. ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഞാൻ ഭഗവാനെ തിരഞ്ഞ് നടന്നപ്പോഴാണ് നിങ്ങളെ കണ്ടു കിട്ടിയത്. ഞാൻ കണ്ണനെ തിരക്കി എല്ലടോ നടന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാ സ്ത്രീകളെക്കാളും സുന്ദരിയാണ് ഞാൻ, അതുകൊണ്ട് എന്നെ എടുത്തോണ്ട് പോകൂ, എനിക്ക് നടക്കാൻ വശമല്ല, എന്നെ എടുക്കൂ എന്ന് അഹങ്കാരപ്പെട്ട് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അപ്പോൾ തന്നെ മറഞ്ഞു. അവിടെ എന്നെയും കൈവിട്ടു പോയി, എൻ്റെ കയ്യിൽ നിന്നും പോയി. അത് ഞാൻ തിരഞ്ഞു ഇവിടെ നടന്നു വന്നപ്പോഴാണ് നിങ്ങളെ ഞാൻ കണ്ടുമുട്ടിയത്
അവിടം വരെ നമ്മൾ വായിച്ചതല്ലയോ. ഇനി നമുക്ക് കണ്ടു വായിക്കാം. അങ്ങനെ അവർ സ്ത്രീകളെല്ലാം തേടി നടക്കുമിതോ രാധയെ കണ്ടു. ചൊല്ലിനാൾ രാധ സഖികളോട് എന്നെയും നല്ല വിലോചനൻ കൈവെടിഞ്ഞിടിനാൻ. രാധ പറഞ്ഞു, സഖികളോട് പറഞ്ഞു, എന്നെയും കൈവിട്ടു. നിങ്ങളെല്ലാരിലും നല്ലതു ഞാൻ എന്നതിന് അഹംഭാവം നടിച്ചു. മുകുന്ദനോട് എന്നെ എടുക്കാ നടപ്പാൻ വശമല്ല എന്നതു കേട്ട് അതിന് ആരംഭമായിട്ടു നിന്ന മുകുന്ദനെ കണ്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകൂ, എനിക്ക് നടക്കാമെന്ന് ഞാൻ അഹങ്കരിച്ച് പറഞ്ഞപ്പോൾ ഭഗവാനെ പെട്ടെന്ന് തന്നെ കണ്ടില്ല. ഞാൻ അങ്ങുമിങ്ങും തിരഞ്ഞു കണ്ടേ നിഹ നിങ്ങളെ. ഞാൻ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ് നടന്നു വന്നപ്പോൾ നിങ്ങളെ കണ്ടത്. ഏവം പറഞ്ഞവരൊന്നിച്ചു കേശവ ദേവദേവശനെ നോക്കി നടക്കുമ്പോൾ അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് രാധയും കൂടെ അവരുടെ കൂടെ കൂടി അവിടെ കൂടെ കൂടിയിട്ട് ദേവദേവേശനെ നോക്കി നടക്കുമ്പോൾ എന്ത് വന്നു? സോമൻ മറഞ്ഞിതു കാമിനിമാർ മുന്നം നാം ഇരുന്നിടത്ത് പോകുന്നു വന്നിതു. അപ്പോൾ സോമൻ മറഞ്ഞു. എന്താ ഈ സോമൻ? ചന്ദ്രൻ ഉദിച്ച് ആദ്യത്തിന് അസ്തമിച്ച സമയത്തോട്ട് തുടങ്ങിയതാണല്ലോ. അപ്പോൾ തന്നെ എത്രയോ നാഴികയ്ക്ക് ചില ദിവസങ്ങളിൽ ചന്ദ്രൻ കാണുള്ളൂ. അത് കഴിയുമ്പോൾ അസ്തമിക്കുമല്ലോ. രാത്രി ഫുള്ള് പൗർണമിയാണെങ്കിലേ ഫുള്ളും കാണും. അല്ലാത്തപ്പോൾ ഈരണ്ട് നാഴിക കഴിയുമ്പോൾ അസ്തമിച്ച് പോകും. അതുകൊണ്ട് ചന്ദ്രൻ അപ്പോഴത്തേക്ക് മറിഞ്ഞു. ഇവർ നോക്കി നടന്നും വിഷമിച്ച സമയം അങ്ങ് പോയി. അപ്പോൾ അത് സോമൻ അങ്ങ് മറിഞ്ഞു. പിന്നെ വെട്ടമുണ്ടോ? രാത്രിയല്ലേ. അവർ സോമൻ ഉദിച്ച സമയത്ത് വന്നതാ. സന്ധ്യാസമയത്ത് എല്ലാം വീടും കൂടുമെല്ലാം ഇട്ട് കളഞ്ഞിട്ട് പാലടുപ്പത്ത് വെച്ച് മതിമറന്ന് ഓടിയതാണ്. പക്ഷെ അന്നേരം തൊട്ട് ഇതാണ് ഇവരുടെ ശീലം. കൂടെ ഭഗവാനെ സ്നേഹിക്കും, കൂടെ അവരുടെ അഹങ്കാരം കൊണ്ട് ഈശ്വരൻ മറയും, പിന്നും വരും. ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ സോമൻ അങ്ങ് അസ്തമിച്ച് മറഞ്ഞു. കാമിനിമാർ എന്ത് ചെയ്തു? പിന്നെ അവിടെ കുറ്റം കൊട്ടി ഇരുട്ടാവും, വനമാണ്, ക്രൂര ജന്തുക്കളുണ്ട്. അവർ മുമ്പ് അവരെവിടെ ആദ്യം ഇരുന്ന സ്ഥലത്ത് ഇത് തിരക്കി പോയപ്പോൾ ഒരുപാട് ദൂരെയായിപ്പോയി. അവർ അതുകൊണ്ട് മുമ്പേ ഇരുന്നിടത്ത് പോകുന്നു വന്നത്. എവിടെ മുമ്പ് ആദ്യം ചെന്നത് അവിടേക്ക് അവർ പോയി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നന്ദാത്മജം നരമൂർത്തിമതീശ്വരം സുന്ദരിമാർ ഭക്തിയോടെ സ്തുതിച്ചതോ. പിന്നെ ഭക്തിയോടെ സ്തുതിപ്പ് തുടങ്ങി. അതിനു മുമ്പ് ഭക്തിയല്ല, ഒരു കാമുകൻ എന്നുള്ള രീതിയിലായിരുന്നു അവർ ഭഗവാനെ ഓടക്കുള്ളിൽ കേട്ടപ്പോൾ ഓടിയത്. എല്ലാം ഇട്ട് മതിമറന്ന്. അതല്ലേ ഒരിക്കലും ഗൃഹസ്ഥാശ്രമികൾ മതിമറന്ന് അങ്ങനെ ചാടിക്കൂടാ. പരമാത്മാവിനെ വേണമെങ്കിൽ എല്ലാ കൃത്യനിഷ്ഠകളെല്ലാം നമ്മുടെ വീടുകളിൽ വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് ഉത്തമയായ സ്ത്രീകൾ ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കുന്നത്. വീടും കൂടും എല്ലാം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവിനും വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളും കഴിയട്ടെ തപസ്സിനിരിക്കാവൂ, പ്രാർത്ഥിക്കാവൂ, അതിന് സമയം കണ്ടെത്തണം. ഭാര്യയ്ക്കും വീടും കുട്ടിയും എല്ലാം ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ ഒരുപാട് ജോലികളുണ്ടെല്ലാം ഭഗവാൻ നമുക്ക് എളുപ്പത്തിൽ തീർത്ത് തരും. അതാണ് ഭഗവാൻ. എനിക്കങ്ങനെ അനുഭവമുണ്ട്. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എത്രയോ പെട്ടെന്ന് ജോലികളെല്ലാം അങ്ങ് ഒതുങ്ങും. അടുക്കും ചിട്ട അനുസരിച്ച് ചെയ്ത് തീർക്കും. പക്ഷേ ഒരുപാട് സമയം എനിക്ക് ഇങ്ങനെ വായനയ്ക്കിരിക്കാൻ, ഇതെല്ലാം ഈ ഭാഗവതോ ബൈബിളോ എന്താ കിട്ടിയ ഭക്തിപരമായ ആരുടെയെങ്കിലും ജീവചരിത്രങ്ങളോ എന്ത് സാധു സുന്ദർ സിംഗിൻ്റെയൊക്കെ ഇതൊക്കെ ഭക്തി ഉണ്ടാവാൻ വേണ്ടി അത് വായിച്ചാൽ മുഴുക്കാതെ ഇരുന്ന് വായിക്കുമായിരുന്നു. സമയം തരുമായിരുന്നു ഭഗവാൻ. എന്തിനാ? ഭക്തി വർദ്ധിക്കാൻ ഭഗവാൻ തന്നെ എനിക്ക് കണ്ടെടുത്തൊരു വിദ്യയാണ്. എനിക്ക് ഭക്തി വർദ്ധിക്കാൻ വേറെ ആരും പറഞ്ഞു തരാനില്ലല്ലോ. അതിന് ഈശ്വരൻ തന്നെ എനിക്ക് ഭഗവാൻ പ്രത്യക്ഷമായി അനുഗ്രഹം തന്നപ്പോൾ ഈശ്വരൻ ഉള്ളിലിരുന്ന് എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിച്ചു. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അന്നത്തെ വെമ്പലില്ല. അത് വയർ നിറഞ്ഞിരിപ്പുണ്ട്. അതിനോട് ഇനി ആഹാരം കഴിച്ച് വയർ നിറഞ്ഞാൽ പിന്നെ വിശക്കത്തില്ല. അതുപോലെ ആനന്ദം അനുഭവിച്ച് നിറഞ്ഞ് ആ ഭഗവാന്റെ കൃപ നമ്മളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ വെമ്പൽ? ഇനി വയറ്റി കൊള്ളൂ. ആ കൃപ നമ്മൾ നിറഞ്ഞിരിക്കല്ലേ. അന്ന് അത് കിട്ടാൻ വേണ്ടിയുള്ള ഉരുളക്കം നിലവിളിയായിരുന്നു. അതുകൊണ്ട് ആ വെപ്രാളം മക്കളെ നിങ്ങൾക്ക് വേണം. അതന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഉരുണ്ട് നിലവിളിച്ച് ഈ ഗോപസ്ത്രീകളുടെ അത് ഇപ്പം വരും, പ്രാർത്ഥിക്കുക, അവിടെ കരച്ചിലൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ ഞാൻ ചിന്തിക്കാം, അത് എൻ്റെ അനുഭവമാണല്ലോ അന്നത്തെ ഇത് പറഞ്ഞേക്കുന്നതെന്ന്. നമ്മൾ അറിയാതെ സംഭവിച്ചു. ഇതിപ്പം വായിച്ചപ്പോഴാണ് നമുക്ക് എല്ലാമൊന്നും അർത്ഥമൊന്നും വായിക്കുമ്പോൾ പെട്ടെന്ന് പിടിയിട്ട് ഇനിയിപ്പം അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അതുപോലെ ഇതൊക്കെ കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അങ്ങ് മനസ്സിലാവും, മനസ്സിലിരിക്കുകയും ചെയ്യും, ഓർമ്മ കിട്ടും. അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞു ഇവർ? മാറിപ്പോയി. അവർ ഭക്തിയോടെ അപ്പോൾ സ്തുതി തുടങ്ങി.
നന്ദാത്മജൻ നരമൂർത്തി മതി ഈശ്വരൻ ഭഗവാൻ നരമൂർത്തിയാണ്. മനുഷ്യനായിട്ട് അവതരിച്ച ഭഗവാൻ നന്ദാത്മജ വസുദേവരുടെ മകനായിരിക്കുന്ന കുട്ടി നരമൂർത്തിയാണ്. ആ ഈശ്വരനെ ഈ സുന്ദരിമാർ എന്ത് വന്നു ഭക്തിയോടെ അങ്ങ് സ്തുതിപ്പ് തുടങ്ങി. കാരണം കൈവിട്ട് പോയല്ലോ, രാധയ്ക്കും കിട്ടിയില്ല, എല്ലാവരുടെയും നിന്ന് പോയപ്പോൾ അതും ഒരു നാരിയും കൊണ്ട് പോയെന്നുകൂടെ അവർക്ക് കഠിന ദുഃഖമായി. അത് യഥാർത്ഥത്തിൽ എന്താ നിർമ്മലഗാത്രിയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇന്ന് 10 പേര് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു. എന്താ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരാകുന്ന ഈ പിമ്പന്മാരെ മുമ്പന്മാരാക്കുന്ന ആ നിർമ്മല ഗാത്രം ഉള്ളതുകൊണ്ടാണ്. 10 പേര് ഒന്നിച്ച് വന്നാലും ഏറ്റവും പുറക്ക വരുന്നവരെ മുമ്പനാക്കും. അവരിൽ ഹൃദയശുദ്ധി കാണും. ആത്മാവിൽ പെട്ടെന്ന് ഭഗവാനെ ഇരുത്താനുള്ള നല്ല സുഹൃതം ചെയ്ത് പുണ്യമായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ പുരുഷനായിരിക്കും. ഹൃദയശുദ്ധി അത്രമാത്രം വിശാലമാണെങ്കിൽ ഒരഴുക്കുമില്ലെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് അനുഗ്രഹം കൊടുത്ത് പ്രത്യക്ഷമാണ്. അതുകൊണ്ടാണ് പിമ്പന്മാരങ്ങ് മുമ്പന്മാരാകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും മുമ്പനും അവിടെ ഇരുന്നിട്ട് തന്നെ ഇരിക്കും. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 10 വർഷം തോറ്റാലും അവിടെ തന്നെ ഇരിക്കുന്നത് എന്താണ്? അവർക്ക് മുന്നോട്ട് വരാനുള്ള അറിവില്ല. അതുകൊണ്ട് തോറ്റിരിക്കും. അതുപോലെ ഈ 10 ഭക്തന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും ഈ 9 പേരും ഒരു സ്ഥലത്ത് ഇരുന്നാലും ഒരാളായിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണ്? ഹൃദയശുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇവർ എല്ലാവരും ഇപ്പോൾ ഭക്തിയോടെ സ്തുതിപ്പ് തുടങ്ങി. ശ്രീപതിയാം ഭവാൻ ഞങ്ങൾ കുലത്തിൽ വന്നീ വണ്ണം ഉത്ഭവിച്ചിടുക മൂലമായി ദേവിയാം ലക്ഷ്മി വിളങ്ങുന്നത് കുലേ. ഈ ഭവനത്തിൽ ഈ കുലത്തിൽ യദുകുലത്തിൽ ഭഗവാനോട് അവതരിച്ച് ശ്രീപതി ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയായിരിക്കുന്ന മഹാലക്ഷ്മിയുടെ പതിയായ ഭഗവാൻ ഈ ഞങ്ങളുടെ കുലത്തിൽ വന്ന് ഉത്ഭവിച്ച് അവതരിച്ചത് കൊണ്ട് ഈ യദുകുലം ദേവിയാം ലക്ഷ്മി വിളങ്ങുന്നത് ഈ കുലേ. ഈ കുലം ഭഗവതി ലക്ഷ്മി വിളയാടുന്നു. കാരണം ഭഗവാനുള്ളിടത്ത് ദേവിയുണ്ടല്ലോ. ദേവകൾ പോലും സ്തുതിക്കുന്നു ഗോകുലം. ദേവന്മാർ പോലും സ്തുതിക്കും. എന്താ? അവിടെ ദേവിയുണ്ട്, ദേവനുമുണ്ട്, പരമാത്മാവുമുണ്ട്, മഹാലക്ഷ്മിയുണ്ട്. അതുകൊണ്ട് ദേവന്മാരെല്ലാം ഗോകുലത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ച് അവിടെ തന്നെ നോക്കി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരിപ്പോൾ ഭക്തിയായിട്ട് പ്രാർത്ഥിക്കുക, ഇത് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക ഭഗവാനെ കണ്ടു കിട്ടാൻ വേണ്ടി. അവർ തന്നെത്താനേ ഇതങ്ങനെ ഭഗവാൻ അവിടെ ഇല്ല. ഭഗവാൻ നിർമ്മലഗാത്രിയുടെ എവിടെയോ അവർ ഭഗവാനും ആ ദേവിയും കൂടെ അങ്ങ് പോയി. ഇവർ ദുഃഖത്തോടുകൂടി പ്രാർത്ഥിച്ച് നന്നാവട്ടെന്ന് ഭഗവാനും കരുതും. അതുകൊണ്ട് ജീവനാകും നിന്നെ അന്വേഷണം ചെയ്തു ദേവികൾ ഞങ്ങൾ ദുഃഖിക്കുന്നു, നിന്നുടെ ദാസികൾ ഞങ്ങൾക്ക് കാണുമാറാകണം. ഇപ്പോൾ അവർ ദാസിയായി. അതിന് മുൻപ് എന്താണ്? രാജകുമാരിയായിരുന്നു. അഹങ്കരിച്ചു. ഭഗവാൻ ഞങ്ങൾക്ക് വശനായി, ഞങ്ങൾ കേമിയാണ്, ഞങ്ങൾ സുന്ദരികളാണെന്നൊക്കെ മനക്കോട്ടിട്ടപ്പോഴാണ് ഭഗവാൻ മറഞ്ഞു കളഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവരെന്ത് പറയുന്നു? മനസ്സിനകത്ത് ഇരുത്തി പ്രാർത്ഥിക്കുന്നു, ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. ജീവനാകും എങ്ങനെ സ്തുതിക്കുന്ന ദേവകൾ പോലും സ്തുതിക്കുന്ന ഈ ഗോകുലം ഭഗവാനെ എല്ലാവരും ഓർത്ത് സ്തുതിക്കുന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഇരുന്ന ജീവനാകുന്ന ഭഗവാനെ അന്വേഷണം ചെയ്ത് ദേവികൾ ഞങ്ങൾ ദുഃഖിക്കുന്നു. ഭഗവാനെ ഞങ്ങളിവിടെ അങ്ങയെ തേടി ദുഃഖിക്കുന്നു. ദാസികൾ ഞങ്ങൾക്ക് കാണുമാറാകണം. അങ്ങയുടെ ദാസിയാണ് ഭഗവാനെ, ഞങ്ങൾക്ക് വെക്കം തന്നെ ഭഗവാനെ കണ്ടു കിട്ടണം. വാസവ വന്ദിത നിൻ മുഖപങ്കജം കോമള നിൻ ചില്ലി വല്ലരീതാടനാൽ കാമൻ നശിപ്പിച്ചു കൊല്ലുന്നു ഞങ്ങളെ. ഞങ്ങളുടെ ഉള്ളം അത്രമാത്രം പിടയ്ക്കുന്നു ഭഗവാനെ. കോമള നിൻ ചില്ലി വല്ലരീതാടനാൽ, അതായത് എന്താ വല്ലി നിൻ ചില്ലി വല്ലീതാടനാൽ, ഭഗവാനോടുള്ള ആ സ്നേഹമാകുന്ന വള്ളിയാണ്. ഭഗവാന്റെ വിഷമം ഇത് കാണാഞ്ഞുകൊണ്ടുള്ള വിഷമം, ആ താടനം കൊണ്ട്, ആ വിഷമം കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം, ആ കാമൻ, ഞങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം ഭഗവാനെ വേണമെന്നുള്ള ചിന്ത ഞങ്ങൾ നശിപ്പിച്ച് കൊല്ലുന്നു. ഭഗവാനെ താടനം ചെയ്യുന്നു. അതാണ് ഉള്ളം പിടയ്ക്കുന്നു ഭഗവാനെ കാണാത്തത് കൊണ്ട്. അതുകൊണ്ട് ആപത്ത് അകപ്പെട്ടതെല്ലാം അകറ്റി നീ, ഇതൊരാപത്താണ്, ഞങ്ങളെ കൊന്നുകളി. ഈ മനസ്സ് ഇത്രമാത്രം വേദനിച്ചാൽ ഞങ്ങൾ നശിച്ചു പോകും, ഞങ്ങൾ മരിച്ചു പോകും. അതേ അവസ്ഥയായി മാറുന്നു. ആപത്ത് അകപ്പെട്ടതെല്ലാം അകറ്റി നീ ഗോപതേ രക്ഷിച്ചു കൊള്ളുക ഭവാൻ എന്നും. കാമാഗ്നി തന്നിൽ ദഹിക്കുന്ന ഞങ്ങളെ കാമതാ രക്ഷിപ്പതിനെന്തു താമസം. ഞങ്ങൾ ഗോപതേ, ഗോക്കളുടെ പതി, ഗോപതേ ഈ ഗോക്കളുടെ രക്ഷിതാവല്ലേ, പതിയല്ലേ, പശുക്കളുടെ രക്ഷിതാവാണ് ഭഗവാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഗോപതേ ഭഗവാനെ രക്ഷിച്ചു കൊള്ളുക ഭവാൻ എന്നും ഞങ്ങളെ രക്ഷിക്കൂ. കാമാഗ്നി തന്നെ ഞങ്ങളുടെ ഉള്ളം
ഭഗവാനെ ഓർത്ത് ദഹിക്കുന്നു, ഞങ്ങളുടെ ഉള്ളം ദഹിച്ച് ഞങ്ങളെ കാമത രക്ഷിപ്പതിന് എന്താ താമസം ഭഗവാനെ എന്നവർ ഉള്ളം അത്രമാത്രം വിഷമിച്ച് വേദന ദുഃഖിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നു. ആ ദുഃഖം നമുക്ക് വരണം, ദുഃഖത്താൽ അകപ്പെടണം നമ്മുടെ ഉള്ളം. കാരണം ഈ അത്രമാത്രം ഭഗവാനെ അവർ ഇച്ചിരി അഹങ്കാരം വന്നുപോയി. അപ്പോൾ അത്രത്തോളം തന്നെ അവർക്ക് പാഠം കിട്ടണം. ദുഃഖം ഉണ്ടാക്കും, ഭഗവാൻ മാറി നിൽക്കും. അതുവരെ ഇവിടെ ഉള്ള എത്രത്തോളം വേദനിക്കട്ടെ എന്ന് ഭഗവാനും കരുതും, അല്ലെങ്കിൽ വീണ്ടും അവർക്ക് അഹങ്കാരം വരും. അതുകൊണ്ട് കാമത ഞങ്ങളെ കാമാഗ്നി തന്നെ, ആഗ്രഹമാകുന്ന അഗ്നിയിൽ കാമമാകുന്ന വികാരത്താൽ ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ ദഹിക്കുന്നു, ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ കാമത രക്ഷിപ്പതിന് എന്താ ഭഗവാനെ താമസം? വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതി വന്ദിതൻ വൃഷ്ണിവംശേ വസുദേവ തനൂജനായി. വിഷ്ണു ഭഗവാനായിരിക്കുന്ന വിരിഞ്ചാതി ബ്രഹ്മാവ് പോലും വന്ദിക്കുന്ന വൃഷ്ണിവംശത്തിൽ വസുദേവ പുത്രനായി വന്ന ഭഗവാനെ എന്തിനാ വന്നത്? ഈ സ്ത്രീകളെ കാമനായിട്ടല്ല ഭഗവാൻ അവിടെ വന്നത്. ഗോപസ്ത്രീകളുടെ ആനന്ദമായിരിക്കുന്ന പരമാത്മാ സ്നേഹമാണെങ്കിൽ, ഭക്തിയുള്ള സ്നേഹമാണെങ്കിൽ ഭഗവാൻ ആനന്ദിപ്പിക്കും. പക്ഷേ അല്ലാത്ത വികാരത്തിനൊന്നും ഭഗവാൻ സംഘനാവത്തില്ല. ഭഗവാൻ ആരോടും അങ്ങനെ ഒരു സംഘമില്ല. ആത്മീയമായ ഭഗവാൻ ഭക്തനുള്ള നിലയ്ക്ക് ഭഗവാൻ സംഘമുണ്ട്. ഒരു ഭക്തനോട് അത്രമാത്രം ഭഗവാന് ഉള്ളടിഞ്ഞ ഒരു ദാസനായി മാറും. അത് അത്ര ഭഗവാൻ അതാ ഇഷ്ടം. അതുകൊണ്ട് എന്താ ഈശ്വരനുള്ള ചിന്ത വരുന്ന ഒരു ഭക്തനെ മാത്രമേ ഭഗവാൻ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇവിടെ അല്ലാത്ത രീതിയിൽ വന്നാൽ ഇപ്പം അവരങ്ങനെ ആയി. ഭക്തി കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. ബ്രഹ്മാവ് വന്ദിക്കുന്ന ആളാണ്. വിഷ്ണു വംശത്തിൽ വസുദേവൻ്റെ പുത്രനായി വന്ന ആളാണ്. എന്തിനാ വന്നത്? ദുഷ്ടവിനാശൻ ശിഷ്ടരക്ഷാർത്ഥമായി. അതിനാ ഭഗവാൻ വന്നത്. ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ച് അല്ലെ നശിപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയാ? പാവപ്പെട്ട ശിഷ്ടരക്ഷാർത്ഥ. കാരണം ഭക്തന്മാരെയും ഈ നിരപരാധികളായ ധർമ്മം രക്ഷിക്കാൻ അത്രമാത്രം അധർമ്മം പെരുകിപ്പോയി. അതുകൊണ്ട് ശിഷ്ടരക്ഷാർത്ഥമായി ഭക്തന്മാരെ രക്ഷിക്കണം രക്ഷ. അപ്പം ദുഷ്ടന്മാരെ വിനാശം ചെയ്തിട്ട് ഭക്തന്മാരെ രക്ഷിക്കാനും വിഷ്ണുപത്തിങ്കിൽ അവതീർണനാം ഭവൻ. അതുകൊണ്ടാണ് ഇവിടെ അവതരിച്ചത് ഈ ഭഗവാൻ. ഇതവർ ചിന്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ. അവിടുന്ന് അങ്ങനെയാണ് ഇവിടെ അവതരിച്ചത്. കര പത്മ സന്മൂർധനിക്ക് ചേർക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ കരം, ഞങ്ങളുടെ ആ പത്മമാകുന്ന ആ കരം ഞങ്ങളുടെ മൂർധന് ചേർക്കണമേ. നാരായണ കൃഷ്ണ ഭഗവാനെ പുഷ്കരാക്ഷ ചതുരാനന പൂജിത. ഭഗവാനെ നാരായണ ചതുരാനന പൂജിത. ചതുരാനന 4 മുഖത്തോടു കൂടിയ ബ്രഹ്മാവ് പൂജിക്കുന്ന ആളാണ്. ബ്രഹ്മാവ് എപ്പോഴും നാരായണൻ പിതാവാണല്ലോ, പൂജിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള പുഷ്കരാക്ഷ ചതുരാനന പൂജിത മൽപദം. ഞങ്ങൾ പത്മപദം, ഭഗവാന്റെ പത്മപദം ഞങ്ങൾ മൂർധനി വച്ച്, ഞങ്ങളുടെ മൂർധനിയിൽ വച്ച് പത്മ മാലിന്യം ഒഴിച്ചുള്ളതാണ് ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ അഴുക്ക്, ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കണമേ ഭഗവാനെ. ആ കൈകൾ എനിക്കങ്ങനെ കിട്ടിയതാ മക്കളെ. ദർശനത്തിൽ പ്രത്യക്ഷം ആയൻ്റെ അന്നല്ല, പ്രത്യക്ഷമായതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. ഞാനിവിടെ കിടന്ന് ദർശനത്തിൽ ഉരുളുക. പകുതി ഉറക്കം വന്നിട്ടുമില്ലെന്നാൽ അല്പം മയക്കം ഉണ്ട് താനും. ഭയങ്കര ദർശനമാണ്. അപ്പം സാധാരണ ഭഗവാന്റെ വേഷമൊന്നുമല്ല, ഒരു വെള്ള വസ്ത്രം കൊടുത്തൊരു സന്യാസി പോലെ. അത് ഞാൻ കിടന്ന് ഉരുണ്ട സമയം എനിക്കിപ്പോഴത് ഓർമ്മ വരുന്നത്. ഉരുണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സന്യാസിയുടെ ലുക്കാണ്. ഈ കസേരയിൽ വന്ന് ഇരുന്നും കൊണ്ട് എന്നെ ആ തറയെന്ന് ഉരുണ്ട എന്നെ അവിടെ തറയിൽ തന്നെ ചന്ദനക്കാലം പൂട്ടി ഇരുത്തുന്നു. ഇതിൽ എൻ്റെ തലയിൽ കൈവച്ച അനുഗ്രഹം, അതായിരിക്കും ആ അനുഗ്രഹം. അന്ന് ഈ പ്രത്യക്ഷമായ ഇടയ്ക്ക് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്. അന്ന് കുറച്ച് നാളത്തേക്ക് എനിക്ക് എന്നും ദർശനങ്ങളും, ഇത് പകുതി മയക്കത്തിലും ഉറക്കമല്ല എന്നും പറയാം. അങ്ങനൊരു ദർശനം. അല്ലാതെ ധ്യാനിക്കുമ്പോൾ ഒരുപാട് ദർശനങ്ങളുണ്ട്. ഈ തിയേറ്ററിലൊക്കെ ഈ എഴുത്തുകളൊക്കെ താഴേക്ക് പോകുന്നത് പോലെ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ മാറി മാറി ഓരോന്നും വചനം വായിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ നീങ്ങി പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ദർശനങ്ങളും ഭഗവാനെ ആഭരണങ്ങളോടുള്ള ദർശനങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇപ്പോഴാണ് എൻ്റെയൊക്കെ തലയിൽ കൈവച്ച കാര്യം. ഞാൻ പ്രത്യക്ഷം മാത്രം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ആ ഈ എടുത്ത് തറയെന്ന് എന്നെ അവിടെ ഇരുത്തി ചന്ദനക്കാലം പൂട്ടി ഞാൻ ഇരിക്കുന്നു. ഈ എന്നെ അനുഗ്രഹിക്കുന്ന ആൾ ഈ കസേരയിലിരിക്കുന്നു. അങ്ങനെ ഇപ്പം ഇവിടെ ഞാനിത് വായിച്ചപ്പോൾ അത് ഓർച്ച് ചതുരാനന പൂജ പത്മപദം ഞങ്ങൾ മൂർധനി വച്ച്. അപ്പോൾ ഈ സ്ത്രീകൾ പ്രാർത്ഥിച്ചത് എന്താണ്? അവരുടെ ഉച്ചയിൽ ഭഗവാന്റെ കരം
പത്മപദം ഞങ്ങൾ മൂർധനി വെച്ച് ഹൃൽ പത്മമാലിന്യം ഒഴിച്ചറിയണം. എന്ത് അഴുക്കുള്ള ഈ അഹങ്കാരങ്ങളെല്ലാം മാറ്റണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയി ഭഗവാൻ ഇവിടെ അഹങ്കാരം കൊണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ ഇതെല്ലാം പ്രത്യക്ഷമായി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അറിഞ്ഞുകൂടാതെ ഉരുണ്ട് കരഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം എത്ര തവണ ഭഗവാൻ മാറി നിൽക്കുന്നു. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി അഹങ്കാരം പോക്കണമെന്ന്. അപ്പോൾ അവർ പറയുന്നു അഹങ്കാരമെല്ലാം മാറ്റാൻ ഭഗവാൻ അനുഗ്രഹം കൊടുക്കണേന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു. നമ്മളും അങ്ങനെ ആയില്ലാത്തവർ അങ്ങനെ പ്രാർത്ഥന ഞങ്ങൾക്കുള്ള എന്തെങ്കിലും അഹങ്കാരങ്ങളുള്ളതെല്ലാം ഭഗവാനെ മാറ്റണമേ. ഭഗവാനെ തൃക്കരം നമ്മുടെ ഇവർ പത്മപദമെന്ന ഭഗവാന്റെ പത്മമായിരിക്കുന്ന പദം അവരുടെ മൂർധനി വച്ച് പത്മ അവരുടെ ഉള്ളിലെ അവിടെ ഹൃദയത്തിലെ പത്മമാലിന്യം ഒഴിച്ചറിയണം. എല്ലാ അഴുക്കളും മാറ്റണമേ. താമസിച്ചിടരുതേതുമേ കാമത, അല്പം പോലും താമസിക്കരുതേ ഭഗവാൻ എന്നവർ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരയുക. ഇനി ഉരുളുന്നോന്നറിയില്ല, ഞാൻ ഉരുണ്ടാണ് കരുതുന്നത്. ഇവർ ഉരുണ്ടതായിട്ടൊന്നും ഇത് വന്നിട്ടില്ല. അവർ അത്രത്തോളം പ്രാർത്ഥിച്ച് കരയുന്നുണ്ട്. ആമയം പാരം പരിപാലയ പ്രഭോ, ഒട്ടും താമസിക്കരുതേ. ആമയം ഈ വിഷമത്തിൽ നിന്നെല്ലാം ഞങ്ങളെ കരകയറ്റണമേ. പരിപാലയ രക്ഷിക്കൂ, പാലിക്കൂ പ്രഭോ. നാഴിക പോലും നിൻ വേർപാടത് ഓർക്കിലോ, ഒരല്പസമയം നാഴിക പോലും ഈ വേർപാട് ഭഗവാനിൽ പിരിഞ്ഞിരിക്കാനുള്ളത് ഓർത്താൽ ആഴിവർണ്ണ കാലം ഏറ്റമായി തോന്നുന്നു. ഒരു നാഴികയെ ഭഗവാൻ പിരിഞ്ഞ് നിന്നുള്ളൂ. അല്പസമയം ആയുള്ളൂ. 2.5 നാഴിക 1 മണിക്കൂറാണ്. അപ്പോൾ 1.25 നാഴിക അരമണിക്കൂർ. അത് 1 നാഴികയെ ആയുള്ളൂ. അരമണിക്കൂർ ആയിട്ടില്ല ഭഗവാൻ അവിടെ നിന്ന് പിരിഞ്ഞ് പോയിട്ട്. ഇതിനകം വെച്ച് അവരെവിടെല്ലോ തിരക്കി രാധയെ കണ്ടുമുട്ടി രാധയുമായിട്ട് കൂടി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുക. ഭഗവാനെ മൂർധനി അങ്ങയുടെ പദം വെച്ച് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അഹങ്കാരം മാറ്റണമേ. ആഴിവർണ്ണ അതായത് നാഴിക പോലും നിൻ വേർപാട് ഓർത്താൽ, അരമണിക്കൂർ പോലും ആയിട്ടില്ല ആ വേർപാട് ഓർത്താലോ കാലം ഏറ്റമായി തോന്നുന്നു. ഒരുപാട് നാളായതുപോലെ അത്ര ദുഃഖം അവർക്കുണ്ട്. ഈ ഒരു അരമണിക്കൂർ ഇല്ലാത്ത സമയം അവർക്ക് ഒരുപാട് നാളായി ഭഗവാൻ പിരിഞ്ഞു പോയിട്ടെന്നാണ് അവരുടെ ഉള്ളം പിടയ്ക്കുന്നത്. യുദ്ധമിരിക്കുന്ന ഞങ്ങളിന്ന് ഇങ്ങനെ ചിൽപ്രഭോ നിന്നെ പിരിഞ്ഞിരുന്നാൽ പൊറുക്കുമോ. ഇങ്ങനെ വിഷമിക്കുന്ന ഞങ്ങളെ ഭഗവാനെ ചിൽപ്രഭോ നിന്നെ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പൊറുക്കുമോ, സഹിക്കുമോ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രാണനാഥ പാദപത്മങ്ങൾ കല്ലിലും കാനനെയും ഉള്ളിലുമൊക്കെ നടപ്പതും ഓർക്കുന്ന നേരം മനമുരുകുന്നത് തീർക്കുമാർ ങ്ങളിൽ കാരുണ്യമേക നീ. ഇവർ ഈ അരമണിക്കൂറുണ്ട് തിരക്കി ഉള്ള കല്ലിലും മുള്ളിലും എല്ലാം ചവിട്ടി മെതിച്ച് അത്ര ദുഃഖം അനുഭവിച്ച് ഓർക്കുന്ന നേരം മനമൊരുകുന്നു. ഭഗവാനെ അരമണിക്കൂറുണ്ട് അവർ നോക്കിയിട്ട് അരമണിക്കൂർ ആയില്ല, അത്രയും സമയം അവരവിടെ എല്ലാം കല്ലിലും മുള്ളിലെല്ലാം എവിടാ കണ്ണാ എല്ലാവരുടെയും ചോദിച്ചു, മൃഗത്തിനോടും പക്ഷിയോടും ഒക്കെ ചോദിച്ചിട്ടും കണ്ടില്ല. അവസാനം രാധയെ കണ്ടുകിട്ടി. അവരെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഇനി താമസിക്കരുതേ. പ്രാണനാഥ പാദപത്മങ്ങൾ കല്ലിലും കാനനെയും മുള്ളിലുമൊക്കെ നടപ്പതും ഓർക്കുന്ന നേരം മനമുരുകുന്നു. ഭഗവാനെ തീർക്കും ഞങ്ങളിൽ അതെല്ലാം തീർത്ത് കാരുണ്യമേകത ഇനിയെങ്കിലും താമസിക്കല്ലേ ഭഗവാനെ. ഞങ്ങൾക്ക് മനമുരുകി മരിച്ചു പോകും കൃഷ്ണ. ത്വൽ സംഗമം കൊണ്ട് ഗർവിതരാ ഞങ്ങൾ. ഭഗവാന്റെ സംഗമം കൊണ്ട് ഞങ്ങൾക്ക് അഹങ്കാരം വന്നുപോയി. ഭഗവാനുമായിട്ട് ഒത്ത് ഭഗവാൻ നന്നായി അവരുടെ ആഗ്രഹം അനുസരിച്ച് തലോടി ചുംബിച്ചു ആലിംഗനങ്ങളെല്ലാം ചെയ്തപ്പോൾ ഇവർ അഹങ്കരിച്ച് ഞാൻ കേമിയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ മാറിപ്പോയത്. അപ്പോൾ ത്വൽ സംഗമം കൊണ്ട് അങ്ങനെ ഭഗവാൻ ഞങ്ങളെ സംഗമം കൊണ്ട് ഞങ്ങൾ ഗർവിതരായിപ്പോയി. ഭഗവാനെ ഞങ്ങൾ മത്സരാദി പ്രദോഷങ്ങളെല്ലാം അകന്നു. ഇപ്പോൾ എല്ലാം പോയി, ഒരു മത്സരവും ഇല്ല. ഞങ്ങൾക്ക് യാതൊരു അഹങ്കാരവുമില്ല. ഭഗവാന്റെ സംഗമം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഗർവിതരാം ഞങ്ങൾ മത്സരാദി പ്രദോഷങ്ങളെല്ലാം അകന്ന് ഇപ്പോൾ ഉത്സാഹമായി മരണത്തിൽ നിന്ന് നിൻമൂലം ചിൽസുരൂപ പ്രഭു രക്ഷണം ചെയ്യണം. ഞങ്ങൾ മരിക്കാറായിപ്പോയി ഭഗവാനെ. അതാണ് ഞാൻ പറയാം. ഉരുണ്ട് നമുക്ക് ഞാൻ അതിന് അന്നൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞത് എന്താ, അന്ന് ഇത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് വ്യക്തമായത്. ഞാൻ പറയത്തില്ലേ, എന്തോ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ മരണത്തിന് എത്രമാത്രം ദുഃഖം, അതാ ദുഃഖം നമ്മൾ ഉരുണ്ട് നിലവിളിക്കുന്നവർ. മനവേദനയോ ആത്മവേദനയോ അതിലെന്താന്ന് ശരീരത്തിന് നൊമ്പലല്ല, ഉള്ളുവേദന. അത് എന്തൊരു വേദന എന്ന് പറയാൻ എനിക്ക് ഒന്നീ മനസ്സിൻ്റെ വേദന അല്ലെങ്കിൽ ആത്മവേദന. നമുക്ക് മുങ്ങി മരിക്കും ഇപ്പം എന്ന് തീർന്ന അത് അവസാന അന്ത്യഘട്ടത്തിലാണ്. എത്ര നാളങ്ങനെ ഞാൻ കരഞ്ഞെന്നറിയുമ്പോൾ അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. അപ്പോൾ അതുപോലെ ഇവരും ഇതുപോലെ ഭഗവാന്റെ സംഗമം കൊണ്ട് ഗർവിതരായി പോയി. അതുകൊണ്ടാണ് ഭഗവാനെ ഇവർ കണ്ടിട്ട് മറഞ്ഞു പോകുന്നത്. നമുക്ക്
അങ്ങനെ നമുക്കും പ്രത്യക്ഷമായിട്ട് നമ്മളും അഹങ്കരിച്ചാൽ ഇതുപോലെ എനിക്ക് ഭഗവാൻ പ്രത്യക്ഷമായി, എനിക്ക് എന്തും ആകും, ഞാൻ ആരാൾ, ഞാൻ പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ലയോ എന്നൊരു ഹുങ്ക് നമ്മൾ വന്നാൽ പിന്നെ ഈ അനുഗ്രഹം എല്ലാം പാടേ പോകും. ഒരിക്കലും ഒരു ഭക്തൻ അങ്ങനെ അഹങ്കരിക്കത്തില്ല. ഇവർക്ക് ആ ജ്ഞാനമില്ലാതെ പോയി, ഈ ആത്മീയമായ അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാ. സ്ത്രീകൾക്ക് ഗോകുലത്തിൽ പശുക്കളെ മേച്ചുള്ള രീതിയുള്ള ഒരു ഭക്തൻ്റെ മക്കളല്ലല്ലോ അവർ. ഒരു സന്യാസിയുടെ മക്കൾക്ക് അങ്ങനെ വരത്തില്ല ഒരിക്കലും. കാരണം ആ ഉൽപ്പന്നം അങ്ങനെയാണല്ലോ. ജന്മന തന്നെ ഈശ്വരാരാധനയിലും ഭക്തിയിലും മുഴുകുന്നവർക്ക് അഹങ്കാരം വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ സംഭവിച്ചു പോയി. അറിവില്ലായ്മ കൊണ്ട് അന്ധത പിടിച്ചു പോയി. അവർക്ക് ഈ ലോകചിന്തയായിപ്പോയി. ഭഗവാനെ സാധാരണ പുരുഷനെ പോലെ അവർ കണ്ട്, അതുകൊണ്ട് അഹങ്കാരം വന്ന്. പക്ഷേ പരമാത്മാവാണെന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ മറഞ്ഞ് നിന്നപ്പോൾ ഇവരിപ്പം ഭക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ട് സംഗമം കൊണ്ട് ഞങ്ങൾക്ക് അഹങ്കാരികളായി പോയി. ഭഗവാനെ, ഞങ്ങൾ ഈ മത്സരങ്ങളും പ്രദോഷങ്ങളെല്ലാം അകന്ന് ഇപ്പോൾ ഉത്സാഹമായി ഞങ്ങൾക്ക് ഭഗവാനുള്ള ചിന്തയായി പരമാത്മാവാകുന്ന ചിന്ത വന്നു. അതുകൊണ്ട് ഞങ്ങളെ മരണത്തിൽ നിന്ന് നിൻമൂലം ഭഗവാൻ മൂലം സ്വരൂപപ്രഭോ രക്ഷണം ചെയ്യണം, ഞങ്ങളെ മരണത്തിൽ നിന്നെല്ലാം രക്ഷിക്കണം. ഭഗവാൻ വന്ന് ഞങ്ങൾക്ക് ആ അനുഗ്രഹം തന്നേ. ഞങ്ങളുടെ മൂർധനെ ഭഗവാൻ കൈവച്ച് അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ അവിടുത്തെ പദം ഞങ്ങളുടെ മൂർധനെ വെച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ ഈ മരണത്തിൽ നിന്ന്, ഈ വേദന മരണപ്രാണത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് അവർ പറയുന്നു. ചിൽസ്വരൂപപ്രഭോ രക്ഷണം ചെയ്യണം. പ്രാണൻ നശിച്ചു പോകുന്ന അതിൻ മുന്നമേ പ്രാണാത്മക പ്രാണനാഥ നമോ നമ. ഞങ്ങളുടെ ഉള്ളിലെ പ്രാണൻ നശിച്ചു ഒപ്പം പോവും ഭഗവാനെ. അതിനു മുമ്പായി പ്രാണാത്മക നമ്മുടെ ജീവനാഥ പ്രാണനാഥ നമോ നമ രക്ഷിക്കൂ. ഇനി സമയം പോയി മക്കളെ, ഇനിയിപ്പം അത്രയും മതി. ഏവം സ്തുതിച്ചു നാരീജനം മാനസം ദേവദേവങ്ങൾ സമർപ്പിച്ചു ദീനരായി. അപ്പോൾ ദുഃഖപ്പെട്ട് ഭഗവാൻ തന്നെ അവർ സമർപ്പിച്ചു കഴിഞ്ഞു. അവരുടെ മാനസം ഭഗവാൻ തന്നെ അർപ്പിച്ചു, സമർപ്പിച്ചു, ദീനപ്പെട്ടു. ഗോപിക ഗീതം അറിഞ്ഞപ്പോൾ ഇങ്ങനെല്ലാം പ്രാർത്ഥിച്ച് ആ ഗീതം ഇതൊരു സ്തുതിപ്പല്ലയോ, ഭഗവാനെ ഇനി രക്ഷയില്ല, മരിച്ചു പോകും, അതിനുമ്പ് എന്നെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വേദം ഓതിയപ്പോൾ ആ ഗീതം, ആ നാദം ഭഗവാൻ കേട്ടപ്പോൾ സമർപ്പിച്ചു എന്നായപ്പോൾ ദീനപ്പെട്ട ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഗോപികമാരുടെ ഗീതം അറിഞ്ഞു. ഗോവിന്ദനും പാപഹാരി ജഗന്മംഗലൻ മാധവൻ നാരായണൻ ഭക്തവത്സലൻ ഈശ്വരൻ ആരണാന്താർത്ഥ സൂക്ഷ്മജ്ഞൻ ആനന്ദതൻ ഭേദവിഹീനൻ പരാപരൻ സർവകൻ വേദാന്ത വിഗ്രഹൻ നാഥ ബിന്ദുവാത്മകൻ മോഹവിഹീന സേവാ ഫലപ്രദൻ ദേവ അസംഗൻ തരുണിമാർ മാനസഭക്തി കൊണ്ടേറ്റം പ്രസന്നനായി ഗോപികൾ ഭാവാത്മ സങ്കല്പ സ്വരൂപനായി പ്രത്യക്ഷനായി അവർ മുന്നിൽ വിളങ്ങി. അത്രയും പ്രാണൻ പോകുന്ന വിളിയായി. നശിച്ചിപ്പം തീരും, ഇങ്ങനൊന്നും അല്ല. അന്നത്തെ രംഗം എനിക്കിന്ന് വന്നാൽ ഞാൻ അങ്ങനെ പറയാമായിരുന്നു. എനിക്കിപ്പോൾ ആ രംഗമില്ല. എനിക്കെപ്പോഴും വയറ് നിറഞ്ഞിരിക്കുക. ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ പ്രസാദവും ഭഗവാന്റെ ആ ചൈതന്യം എല്ലാം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പം ആവേശമില്ലല്ലോ. വയറ് നിറച്ച് ഉണ്ടവന് പിന്നെ ചോറ് വേണോ? അതുകൊണ്ട് അന്നത്തെ ആ ഒരു വെപ്രാളം എനിക്കിന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു തരാറ്. ഇപ്പം ആ ഗോപികമാർ അതുപോലെ ആയിരിക്കും നിലവിളിക്കുന്നത്. ഉരുണ്ടതായിട്ട് ഇത് വരുന്നില്ലെന്ന് തോന്നുന്നു. അതോ ഇനി വായിക്കുമ്പോൾ തന്നെ അതും കിട്ടുമോ? ഓരോ വാക്കുകൾ ഓരോ പ്രാവശ്യം എനിക്ക് അർത്ഥം മനസ്സിലാവുന്നുള്ളത്. അപ്പോൾ അതൊന്ന് കാണും, നമ്മുടെ കണ്ണിപ്പെടാത്തതായിരിക്കാം. പലതും പല തവണയായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ സാധാരണ ഭക്തി എങ്ങനെയാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുക. ആ വേദന നമ്മുടെ ഉള്ളിൽ പ്രാണൻ നശിക്കുന്ന ഇപ്പം പോകും. അങ്ങനെ നമ്മൾ പല ഉരുവാകും. ചിലരെ പ്രസവവേദന നമുക്ക് അതിലൂടെ 1-2 ദിവസത്തെ പ്രസവിക്കും, പക്ഷെ പ്രസവിക്കോ ഇല്ല, വീണ്ടും അതിൻ്റെ അടുത്ത വേദന, ഇങ്ങനെ വന്ന് ഒടുക്കങ്ങ് പ്രസവിക്കും. അതുപോലെ നമ്മൾ പല ഉരുണ്ട് നിലവിളിച്ച് പല ആകുമ്പം ഭഗവാൻ അങ്ങ് വിളങ്ങി പ്രത്യക്ഷമാകും. അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവം മക്കളെ സത്യമായ കാര്യമാണ്. അത് നമുക്ക് എല്ലാ ഭക്തമക്കളും അങ്ങനെ ആകണം. വെറുതെ കിട്ടും, അത്ര പ്രയത്നം ഇതിനുണ്ട്. നിഷ്കള ഹൃദയം ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. ഇവർക്ക് അഹങ്കാരം, അവർക്കത് അറിവില്ലായ്മയുണ്ട്. അന്ധകാരത്തിൽ വളർന്നവരല്ലേ, അവർക്ക് പശുക്കളെ നോക്കുന്ന കൃഷിയല്ലേ, ആരും ദൈവിക രീതി പറഞ്ഞു ഇന്ന് സാധാരണ മക്കളെല്ലാം അങ്ങനെ, ഇന്നത്തെ ലോകത്തിലുള്ള മക്കളെല്ലാം അങ്ങനെയാണ്. അത് അറിവ് വന്നാൽ ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷമാവാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രത്യക്ഷം വരാൻ പാടാണ്. അറിവ് വരണം, എന്നാലല്ലേ നമ്മുടെ അഹങ്കാരമൊക്കെ ഉള്ളിൽ നിന്ന് പോകത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.
ഇതെല്ലാം ഭക്തമക്കൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. കാരണം എന്താ, ഇത് അത്രയ്ക്ക് ജ്ഞാനമാണ്, അറിവാണ്, ഇത് വേദമാണ്. പരമാത്മാവിനെ അറിയാനുള്ള ഈ ഭാഗവതം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭാഗവതം എടുക്കുമ്പോഴേ ഭഗവാനായിട്ട് ചുംബിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഭാഗവതം സ്നേഹിക്കുന്ന ഭഗവാനെ സ്നേഹിക്കുന്ന തുല്യമായി. ഈ ഓരോ വചനങ്ങളും അത്ര ആഴ്ന്നിറങ്ങുന്നതാണ്, അത്ര ഭക്തിപരമായ കാര്യം. നമ്മൾ ഭക്തി വർദ്ധിക്കാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ചിന്ത എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് നന്നായി കരയാൻ പറ്റും. ഞാൻ കുറേ കരഞ്ഞതുകൊണ്ട് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.